HRDS ഇന്ത്യ ഏർപ്പെടുത്തിയ വീര സവർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് 2025 വിതരണം ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. ചടങ്ങിന് സാക്ഷിയാകാൻ ഡൽഹി NDMC കൺവെൻഷൻ സെന്ററിൽ നൂറുകണക്കിന് പ്രമുഖരാണ് എത്തിയത്. സമൂഹത്തിന്റെ വെളിച്ചമാണ് HRDS ഇന്ത്യ എന്ന് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അഭിപ്രായപ്പെട്ടു. വാദ്യമേളങ്ങളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടെയാണ് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെ സ്വീകരിച്ചത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരി വീര സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം HRDS ഇന്ത്യ ഏർപ്പെടുത്തിയ വീര സവർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് 2025 വിതരണം ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. ഗായകനും സംഗീത സംവിധായകനുമായ M ജയചന്ദ്രൻ, ആർഷവിദ്യാ സമാജം സ്ഥാപകാചാര്യൻ KR മനോജ് അടക്കമുള്ള പ്രമുഖർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. HRDS ഇന്ത്യയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും HRDS ഇന്ത്യയുടെ പ്രവർത്തനം രാജ്യം മുഴുവൻ വ്യാപിച്ചതായും ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ യുവാക്കളുടെയും സ്ത്രീകളുടെയും വനവാസികളുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് HRDS ഇന്ത്യ. സമൂഹത്തിന്റെ വെളിച്ചമാണ് HRDS എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2025 से सम्मानित सभी पुरस्कार विजेताओं को उनकी साधना, उनके समर्पण और कर्तव्यों के सफलतापूर्वक निर्वहन के लिए हृदय से बहुत बहुत बधाई और शुभकामनाएं देता हूं. HRDS इंडिया के वीर सावरकर इंटरनेशनल इम्पैक्ट अवार्ड के माध्यम से सभी व्यक्तित्वों को तथा समाज के सभी वर्ग को ये संदेश पहुंचाना है कि हमें एक ऐसा राष्ट्र निर्मित करना है जो सशक्त भी हो, स्वावलंबी भी हो और जो 2047 में विकसित लक्ष्य भारत के लक्ष्य को प्राप्त करने के लिए पूरी तरह से समर्पित हो. HRDS ഇന്ത്യയുടെ അധ്യക്ഷനും ആധ്യാത്മിക ആചാര്യനുമായ സ്വാമി ആത്മനമ്പി അനുഗ്രഹ പ്രഭാഷണം നടത്തി. HRDS ഇന്ത്യ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണൻ, HRDS ഉപാധ്യക്ഷൻ N വേണുഗോപാലൻ, അഡ്മിനിസ്ട്രേറ്റർ സരിത P മേനോൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അവാർഡ് ദാന ചടങ്ങുകളുടെ ഭാഗമായി ആർഷവിദ്യാ സമാജം അന്തേവാസികൾ അവതരിപ്പിച്ച കലാരൂപങ്ങളും അരങ്ങേറി. ജനം, ഡൽഹി.